സൗദി അറേബ്യ പുരോഗതിയിലേക്ക് പോകുമ്പോൾ ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത്, പിന്നിലേക്കാണോ എന്നുള്ളതാണ്. ഇതിൽ ടൊവിനോ തോമസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മീഡിയക്കാരൊക്കെ എടുത്ത് കത്തിച്ചു വിടുന്ന ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് വ്യക്തമായ ഒരു മറുപടി എനിക്കുണ്ട്, അത് പറയാമെന്ന് കരുതുന്നു. അതിനുശേഷം കുറച്ച് കാര്യത്തിലേക്ക് പോവാം. ഇപ്പം ടൊവിനോ പ്രൊഡ്യൂസ് ചെയ്തൊരു പടം ഇപ്പം തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം വിഷുവായി ബന്ധപ്പെട്ട് 3 പടങ്ങൾ വന്നിട്ടുണ്ട്. ബസൂക്ക് വന്നിട്ടുണ്ട്, നസ്ലിന്റെ ഒരു പടം വന്നിട്ടുണ്ട്, അതുപോലെ മരണമാസം തുറന്ന പടം വന്നിട്ടുണ്ട്. ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻ്റെ ഇടയ്ക്കാണ് ടൊവിനോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മരണമാസം നടന്ന പടത്തിന് GCCയിൽ ചില രാജ്യങ്ങൾ വിലക്ക് ഏർപ്പെടുത്തി. കാരണം അതിനകത്ത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ ഈ സിനിമ അവിടെ പ്രദർശനാനുമതി നിരോധിച്ചത്. നമ്മുടെ രാജ്യത്ത് ആ സിനിമ ഓടുന്നുണ്ട്. അപ്പോൾ ആ രാജ്യത്തിരുന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നതെന്ന് കൂടി കാണിക്കുക. അപ്പോൾ ടൊവിനോ പറയുന്നൊരു കാര്യമുണ്ട്, 2019 ശേഷം പല പ്രാവശ്യവും താൻ സൗദിയിൽ പോയിട്ടുണ്ട്, അവിടെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ അതാണോ, നമ്മുടെ രാജ്യം അധോഗതിയിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് പല ആൾക്കാരും പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പം ഈ ഒരു വിവാദം വരാൻ നേരത്തെ എമ്പുരാൻ മാതൃകയിൽ തൻ്റെ സിനിമയും പ്രൊഡ്യൂസ് ചെയ്തൊരു പടത്തിനും കളക്ഷൻ കയറ്റാം എന്നുള്ള സാമാന്യ ബിസിനസ്സുകാരുടെ കുതിര കച്ചവടമാണ് ടൊവിനോയിൽ നിന്നും ഞാൻ മനസ്സിലാക്കി. ഇനി ടൊവിനോ പറഞ്ഞ എന്താണ് അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടുള്ള ചോദ്യമാണ്, നിങ്ങൾ ഈ നരേന്ദ്രമോദി ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ഏകാധിപതി ഗവൺമെൻറ് ആണ് എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, അതോ അല്ലയോ എന്നാണ്? അതോ സെൻട്രൽ ഗവൺമെൻറ് നിങ്ങൾ ഹാപ്പിയാണെന്നാണ്? നിങ്ങൾ ഹാപ്പിയാണെന്നുണ്ടെങ്കിൽ മോദി എന്ന് കമൻറ്റ് ചെയ്യുക. അതല്ല, ഹാപ്പിയല്ല, ഈ രാജ്യത്തിൻ്റെ ഗതി അധോഗതിയാണെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ടൊവിനോ പറയുന്ന പോലെ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൊവിനോ എന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കറിയാമല്ലോ ആൾക്കാരുടെ ഒരു വൈബ് നമുക്കറിയില്ല. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പല ആൾക്കാരും നമ്മുടെ പേജ് കാണുന്നുണ്ട്, കുറേ ആൾക്കാർ നമ്മുടെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ചില ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോകുന്നുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനി കാര്യത്തിലേക്ക് വരാം. നമ്മുടെ സൗദി അറേബ്യ ഇന്ത്യയും തമ്മിൽ താരതമ്യം ചെയ്യാൻ നേരത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സൗദി അറേബ്യയിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. സൽമാൻ രാജാവിൻ്റെ കാലത്ത് അവിടെ നൃത്തം പറ്റുന്നുണ്ട്, സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നുണ്ട്, അവർക്ക് മറ്റൊരു രാജ്യത്തേക്ക് ഒരു പുരുഷന്റെ സഹായം ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്നു, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ. ഇതൊക്കെ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്ന ഏതോ കാലത്ത് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ രാജ്യത്തെ സ്ത്രീകളൊക്കെ പല ശക്തികൾക്കെതിരെയും പോരാടിയിട്ടുള്ള സ്ത്രീകളാണ്. നമ്മുടെ രാജ്യത്തെ സ്ത്രീകളൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ തുടങ്ങിയിട്ട് ഏത് കാലമായെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കൊന്നും മറ്റൊരു പുരുഷൻ്റെ ആവശ്യമില്ല യാത്ര ചെയ്യുന്നതിന് വേണ്ടി. നമുക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പുരുഷൻ കൂടെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ രാഷ്ട്രപതി പ്രഥമ വനിതയാരാണ്? ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീ പ്രഥമ വനിതയായിട്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് വേണമെങ്കിൽ കാസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്ത്രീയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഥമ വനിത എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ അധോഗതിയിലേക്കാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് സൗദിയോടൊപ്പം ആണ് എന്നുള്ളതാണ് ഇതിനകത്ത് കോമഡി. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഫുള്ളായിട്ടൊരു വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചത്. സൗദി ഇന്ത്യയും തമ്മിൽ എങ്ങനെയെങ്കിലും ജനാധിപത്യ രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇപ്പോഴും സൗദിയിൽ പോയിട്ട് അവിടുത്തെ രാജാവിനെ നമ്മുടെ ഈ മഹാരാജാസ് കോളേജിലൊക്കെ മോദിയുടെ തന്തയുടെ വകയല്ല ഇന്ത്യ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ കുട്ടികൾ എഴുതി വെക്കാറുണ്ട്. എനിക്കും വേണമെങ്കിൽ അത് പറയാം, എന്നെ ആരും ഇവിടെ ഒന്നും ചെയ്യാനില്ല. പക്ഷെ സൗദിയിൽ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും എന്ന് നമുക്കറിയാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഗവൺമെൻറ്റിനെതിരെ എതിർപ്പ് കാണും, വിമർശനമൊക്കെ കാണും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും സുന്ദരമായ ഒരു നാട്ടിലൊക്കെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മതപരമായിട്ടുള്ള പ്രശ്നം ഇന്നലെ മെനഞ്ഞാന്നോ ഈ രാജ്യത്ത് തുടങ്ങിയല്ല, പല രാജ്യങ്ങളിൽ ഉള്ള പോലെ ഇന്ത്യയിലും പ്രശ്നങ്ങളുണ്ട്. അത് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സെക്യുലർ പാർട്ടീസ് ആയിട്ടുള്ള ആൾക്കാരാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരാണ്. വഖഫ് മുനമ്പ വിഷയം തന്നെ ഒരു എക്സാമ്പിളാണ്. ആരാണ് ഇതൊക്കെ തുടക്കം കുറിച്ച് വെച്ചത്? പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടി എന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന ഒരു ടൂൾ മാത്രമാണ് മതം എന്ന് പറയുന്നത്. അത് ഈ 2019 ശേഷമല്ല, ഇന്ത്യ ഉണ്ടായ കാലം തൊട്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം തൊട്ട് ഏറ്റവും നന്നായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആരൊക്കെയാണെന്ന് നമുക്കറിയാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ തന്തയുടെ വകയല്ല എന്ന് ഞാനൊരു ബോർഡ് വെച്ചാൽ എന്നെ ആരും പിടിച്ചോണ്ട് പോകത്തില്ല ഈ രാജ്യത്തൊന്നും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നരേന്ദ്രമോദി ഏകാധിപതിയാണെന്ന് വിളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഗതി അധോഗതിയാണെന്ന് ടൊവിനോ പറയുന്നു. ടൊവിനോയ്ക്ക് അറിയാത്തയാണോ ഇന്ത്യയുടെ എമർജൻസി എന്ന് പറയുന്നത്? ഇപ്പം ടൊവിനോ ഈ അടിച്ച ഡയലോഗ് ഇന്ദിരാഗാന്ധി എമർജൻസി പ്രഖ്യാപിച്ച സമയത്താണ് പറഞ്ഞതെങ്കിൽ ടൊവിനോ തോമസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ അവസ്ഥ എന്താകും എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ഇരുന്നിട്ട് നമ്മുടെ അരുൺകുമാറിനെ പോലുള്ള ആൾക്കാർ, സ്മൃതി പരുത്തിക്കാടിനെ പോലുള്ള ആൾക്കാർ കൃത്യമായിട്ട് വിമർശിക്കുന്നവരാണ് സെൻട്രൽ ഗവൺമെൻറ്റാണ്. നമ്മുടെ ലൈസൻസ് എടുത്ത് ഈ രാജ്യത്ത് ഇവരുടെയൊക്കെ ലൈസൻസ് എവിടെയാണ് ഇരിക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിക്കുന്ന ലൈസൻസാണ്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏകാധിപതിയാണെന്നുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധി പൂട്ടിയ പോലെ പൂട്ടിക്കൂടെ? ഇപ്പോൾ ടൊവിനോ തോമസിനെ തന്നെ പറയുന്നു, നിങ്ങൾ പ്രതിഷേധിക്കാൻ നേരത്ത് പണ്ട് കാലത്ത് എന്താണ് ആൾക്കാരെ പിടിച്ചുകൊണ്ടുപോയി വന്ധീകരിച്ചത്? ഇന്ദിരാഗാന്ധിയുടെ കാലത്തല്ലേ സഞ്ജയ് ഗാന്ധി?
അത് നമ്മളിവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? പ്രതിഷേധം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം വഖഫുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നമ്മുടെ നാട്ടിൽ നടക്കുന്നു. ഏകാധിപതിയാണെങ്കിൽ നമ്മുടെ കിങ് ജോൺ ഉന്നില്ലേ, പുള്ളിക്കാരനൊക്കെ ചെയ്ത പോലെ അനക്കാതെ ആൾക്കാരെ വെക്കാമല്ലോ, അടിച്ചമർത്തിയിടാമല്ലോ, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കാമല്ലോ, ഇല്ലാതാക്കി കളയാമല്ലോ. ഇതിവിടെ എവിടെയും നടക്കുന്നുണ്ടോ? ഇതൊക്കെ നടന്നൊരു കാലമുണ്ട് നമ്മുടെ രാജ്യത്ത്. ഇവിടെ പലരും സൗകര്യപൂർവ്വം ഇതൊക്കെ മറന്നു കളയാണ് ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി സ്വന്തം അധികാരത്തിന് വേണ്ടി രാജ്യത്ത് കാട്ടിക്കൂട്ടി വെച്ച് എന്തൊക്കെ പരിപാടിയാണെന്ന് പല ആൾക്കാരും മറക്കുന്നുണ്ട്. സഞ്ജയ് ഗാന്ധി ആരാണെന്ന് പല ആൾക്കാരും മറക്കുന്നുണ്ട്. സഞ്ജയ് ഗാന്ധി ഈ പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചുകൊണ്ട് വന്ന് നിർബന്ധപൂർവ്വം വന്ധീകരിച്ചത് നമ്മുടെ നാട്ടിലാണ്. പല സ്ത്രീകളും പുരുഷന്മാരും ഇൻഫെക്ഷൻ അടിച്ച് മരിച്ചുപോയത് നമ്മുടെ നാട്ടിലാണ്. ഈ അന്നത്തെ കാലത്ത് ടോവിനോ തോമസ് ഒക്കെ ഇരുന്ന് വിമർശിച്ചു കഴിഞ്ഞാൽ ടോവിനോ തോമസിനെ പോലും പിടിച്ചുകൊണ്ടുപോയി വന്ധീകരിച്ച് കളയുന്ന ഒരു സിസ്റ്റം അന്ന് ആ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന്, ഭീകരമായ ഒരവസ്ഥ അന്ന് രാജ്യത്തുണ്ടായിരുന്നു എന്ന് നമ്മളൊക്കെ ഇടയ്ക്കൊന്ന് ഓർക്കുന്നത് നന്നാണ്. നമ്മുടെ രാജ്യത്ത് ഇരുന്ന് മോദിയെ വിമർശിക്കാം, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം. ഇപ്പം ധ്രുവറാട്ടിയെ തന്നെ നിങ്ങൾ നോക്ക്. ധ്രുവറാട്ടി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ഇത്രയും ഫാൻസ് ഉള്ള യൂട്യൂബർ വേറെ വല്ലതും ഉണ്ടോ? പുള്ളിക്കാരൻ ഡെയിലി ഇരുന്നിട്ട് നരേന്ദ്രമോദി ഏകാധിപതി എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടുണ്ടിരുന്നു. പുള്ളിക്കാരൻ എന്തെങ്കിലും പറ്റിയോ? ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിനെ പറ്റിയാണ്, എല്ലാ അധികാരം കയ്യിലിരിക്കുന്ന മോദി എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്ററെ പറ്റി പറയാൻ നേരത്ത് പുള്ളിക്കാരൻ ഒരു പ്രശ്നവും പറ്റിയില്ല. ഇന്നലെ തെലങ്കാന ഗവൺമെന്റ് ധ്രുവറാത്തിക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ അവിടെ ഒരു 400 ഏക്കർ ഒരു ക്യാമ്പസിന് പിന്നാലെ 400 ഏക്കർ ഒരു ക്യാമ്പസിനുള്ളിൽ 400 ഏക്കർ ഒരു വനഭൂമി ഇവർ വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ധ്രുവറാത്തി ഒരു വീഡിയോ ചെയ്തു. സർക്കാർ നടപടി എടുത്തിരിക്കുകയാണ്. ഏത് സർക്കാർ? കോൺഗ്രസ് സർക്കാർ. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി കുറച്ച് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം സൗദിയെയും ഇന്ത്യയും തന്നെ കമ്പയർ ചെയ്യാൻ നേരത്ത് ശരിയാണ്, ചില ഭാഗങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. സൗദി മുമ്പോട്ട് പോകാൻ നേരത്ത് ഇന്ത്യയിലെ ചില സ്ഥലങ്ങൾ, ചില കോണുകളൊക്കെ പിന്നോട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പലരും വിചാരിക്കുന്നത് ഈ ടോവിനോ തോമസ് പറഞ്ഞു വെക്കാൻ നേരത്ത് എല്ലാം സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞിരുന്നിട്ട് നമ്മൾ ബഹളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ചില ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. സൗദിയിൽ സ്ത്രീകൾക്ക് ഇപ്പോൾ ഏത് വസ്ത്രം ഇട്ടിട്ട് അവർക്ക് പുറത്തു പോകാം. നമ്മുടെ നാട്ടിൽ അത് പറ്റുമോ? എന്തിന്? ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടമുള്ള വസ്ത്രം ഇട്ടിട്ട് ഒരു ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം പെൺകുട്ടി ഡാൻസ് കളിക്കുന്നു എന്ന് വെക്കുക. ഹിന്ദുസിനും ക്രിസ്ത്യൻസിനും ഇല്ലാത്ത ചില ബുദ്ധിമുട്ടുകൾ ചില ആങ്ങളമാർ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി ബഹളം വെക്കുന്നത് നിങ്ങൾക്ക് കണ്ടുകൂടെ? നമ്മുടെ നാട്ടിൽ നിങ്ങൾ ഇനി ഞാൻ പറഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. നമ്മുടെ നാട്ടിലിരുന്നിട്ടല്ലേ ചില തീവ്ര, നമ്മുടെ കാശ്മീരിലൊക്കെ വന്നിട്ട് ഹമാസിനെ പോലുള്ള സംഘടനയുണ്ട്. ഇന്ത്യക്കെതിരെ ഈ തീവ്രവാദ പ്രവർത്തനത്തിന് ഒത്തൊരുമിച്ച് കാശ്മീരിൽ പ്രവർത്തിക്കുന്ന ഹമാസ് പോലുള്ള സംഘടനയ്ക്ക് അവരുടെ നേതാക്കന്മാരെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത് കേരളത്തിലാണ്, നമ്മുടെ നാട്ടിലാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ നാട്ടിലൊരു 10ാം ക്ലാസ്സുകാരിക്ക് സ്റ്റേജിൽ കയറി അവിടെ അച്ചീവ്മെൻറ്റിനുള്ള അവാർഡ് മേടിക്കാൻ പറ്റാത്തത് ഏത് നാട്ടിലാണ്? നമ്മുടെ നാട്ടിലാണ്. സൗദി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? സ്വന്തം വീട്ടിൽ പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ. സ്വന്തം വീട്ടിൽ 1500 സ്ത്രീകളാണ് കേരളത്തിൽ വീടുകളിൽ പ്രസവിച്ചത്. സൗദി മുമ്പോട്ട് പോവാണ്. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പം ഒരു സ്ത്രീ അടുത്ത സമയത്ത് മരണപ്പെട്ടിരുന്നു വീട്ടിൽ പ്രസവിച്ചതുമായി ബന്ധപ്പെട്ട്. നമ്മൾ കണ്ടില്ലേ? അത് കാണാത്ത പോലെ ഇരിക്കുകയാണോ നമ്മളെല്ലാവരും? ഇപ്പൊ ടോവിനോ തോമസ് പറഞ്ഞില്ലേ സൗദിയുടെയും ഇന്ത്യയുടെയും കാര്യം? ശരിയാണ്. നമ്മുടെ നാട്ടിൽ സ്ത്രീയും പുരുഷനും പബ്ലിക് സ്പേസിൽ ഇടകലർന്ന് നിന്ന് എക്സസൈസ് ചെയ്യരുത് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. അതേ സ്ഥാനത്ത് തന്നെ ഇന്ത്യയുടെ പ്രസിഡന്റായിട്ടൊരു സ്ത്രീ ഇരിപ്പുണ്ട്. അപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇപ്പം ടോവിനെ എന്തെങ്കിലും പറയുമ്പം തന്നെ എല്ലാം മോദിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് ടോവിനെ പറഞ്ഞത് ആ രാജ്യത്തെ ഒന്ന് എടുത്തു നോക്കുക. സൗദി അറേബ്യ, സൗദി ഇന്ന് എവിടെ നിൽക്കുന്നു, കേരളം രാജ്യം, നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർ എവിടെ നിൽക്കുന്നു എന്ന് വ്യക്തമായി ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. നാട്ടിൽ മതപരമായ ധ്രുവീകരണമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് എല്ലാ സൈഡിലും ഉണ്ടാകുന്നുണ്ട്, ഒരു സൈഡിൽ മാത്രമല്ല. നമ്മുടെ നാട്ടിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം പറയുന്നതാണ്. എല്ലാ സൈഡിലും ഉണ്ടാകുന്നുണ്ട്. ഇത് എല്ലാ സൈഡിലും ഉണ്ടാകുന്നു. സൗദി അറേബ്യ വെച്ചൊന്നും ഇന്ത്യ കമ്പയർ ചെയ്യരുത്. പിന്നെ വികസനത്തിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊല്ലം ആലപ്പുഴ പഴയ ബൈപ്പാസ് പണിയാൻ നമ്മളെടുത്ത് 40 വർഷമാണ്. നാഷണൽ ഹൈവേ 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴാണ് എന്ന് കൂടി നമ്മൾ ആലോചിക്കുക. കേരളത്തിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്രസ് ഹൈവേയുടെ വർക്ക് കാണാം, വന്ദേ ഭാരത് കാണാം. ഇതാ ഇപ്പോൾ ബുള്ളറ്റ് ട്രെയിൻ ഇന്ത്യയിലേക്ക് വരുന്നു. നമ്മുടെ രാജ്യത്ത് വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം വലിയ മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. നമ്മളിപ്പം എടുത്ത് പറയാൻ നേരത്ത് മോദിക്കെതിരെയുള്ള വിമർശനം എന്നൊക്കെ പറയാൻ നേരത്ത് ഞാനിപ്പോഴും കൃത്യമായി പറയാം. മോദിയുടെ അഗ്നിവീർ പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിനെ ഞാൻ വിമർശിക്കുന്ന ഒരാളാണ്. ആർമിയിലേക്കുള്ള സെലക്ഷൻ ഞാൻ അതിനെയൊന്നും അംഗീകരിക്കുന്ന ആളെയല്ല. അതൊക്കെ നമ്മൾ പറയാറുണ്ട്, വിമർശനമായിട്ട് പറയാറുണ്ട്. ആർട്ടിക്കിൾ 370 കാശ്മീരിൽ പ്രത്യേക ആവശ്യം എടുത്തു കളഞ്ഞു. നല്ല കാര്യം, ഇത് നമ്മൾ നല്ല കാര്യമാണ്. ഇപ്പം 2019 മുമ്പ് ആലോചിച്ച് നോക്കുക എന്തായിരുന്നു അവസ്ഥ. അപ്പോൾ പട്ടാളക്കാർക്കരെ കല്ലെറിയുക, ഇന്ത്യക്കുള്ളിൽ പാകിസ്ഥാൻ്റെ കൊടി ഉയർത്തുക, അവിടെ ഇവിടെയൊക്കെ പൊട്ടിക്കുക. അപ്പോൾ വലിയ മാറ്റം വന്നില്ലേ? ഇപ്പം നമ്മൾ തന്നെ ആലോചിക്കുക. ഇപ്പം നമ്മുടെ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച് ചില ആൾക്കാരൊക്കെ ഇപ്പം സമരം ചെയ്യാൻ നേരത്തെ ഇവരൊക്കെ ഉയർത്തുന്ന
ചിത്രങ്ങൾ ആരുടെയൊക്കെയാണ്? നമ്മൾ ആലോചിച്ച് നോക്കാൻ മനസ്സിലാവും. ആനപ്പുറത്ത് ആരുടെ ചിത്രമാണ് ഇവർ ഉയർത്തുന്നത്? ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ പുരോഗതിയിലേക്കും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും സ്ത്രീകൾക്ക് അവകാശങ്ങളും നൽകാൻ നേരത്ത് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടോ എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇത് പല ആൾക്കാരും മിണ്ടാറില്ല. ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും മോദിയുടെ പിന്നാലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൗദിയെ കമ്പയർ ചെയ്യാൻ നേരത്ത് ഇന്ത്യയിൽ സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ, ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യത്തെപ്പറ്റി ഇന്ത്യയിൽ നമുക്ക് സംസാരിക്കാനുള്ള അവകാശം, മോദി ഏകാധിപതിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒരു ന്യൂസ് ചാനലും പ്രവർത്തിക്കത്തില്ല, ജനം TV അല്ലാതെ. മോദി ഏകാധിപതിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ടോവിനെ ഇരുന്ന് അടിച്ച ഡയലോഗിന് നാളെ ടോവിനെ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നേനെ. മോദി ഏകാധിപതി ആയിരുന്നെങ്കിൽ എമ്പുരാൻ സിനിമയ്ക്ക് പ്രദർശനാനുമതി കിട്ടത്തില്ല. പിന്നെ ഈ എമ്പുരാൻ സിനിമയുടെ കാര്യം പറയുന്നത് നമ്മൾ പലരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ പ്രൊഡ്യൂസർമാർ തന്നെയാണ് ആ സീൻസ് വെട്ടിമാറ്റിയത്, ഗവൺമെൻറ് അല്ല. ഇവിടെ പലരും പറയുന്നത് ഗവൺമെൻറ് എന്നുള്ള രീതിയിലാണ്. ഗവൺമെൻറ് അല്ല, പ്രൊഡ്യൂസർമാരാണ് വെട്ടിമാറ്റിയത്. അതിന് പിന്നിലൊരു ബിസിനസ് ഐഡിയ ഉണ്ട്. ഇപ്പം ഇങ്ങനെ വെട്ടിമാറ്റുന്നു എന്നുള്ള രീതിയിൽ വാർത്ത വരാൻ എന്താണ് വെട്ടിമാറ്റുന്നതെന്ന് അറിയാൻ അതിന് മുമ്പ് ആൾക്കാർ ടിക്കറ്റ് എടുത്ത് കയറും. അങ്ങനെ നല്ല രീതിയിൽ പണം വാരിയിട്ടുണ്ട്. പിന്നെ ഈ എമ്പുരാൻ സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ലൂസിഫറിൻ്റെ അത്ര എമ്പുരാൻ എത്തിയിട്ടില്ല. ചില ആൾക്കാർ ടെക്നിക്കലിനെ പറ്റിയൊക്കെ മഹാസംഭവം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾ 2013 വിശ്വരൂപം എന്ന് പറയുന്ന പടം കമലഹാസൻ ഇറക്കി വെച്ചിട്ടുണ്ട്. കമലഹാസൻ എന്ന് പറയുന്ന സംവിധായകൻ ഒരു പടം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി പോലും ഇല്ലെന്നേ എമ്പുരാൻ. ഞാൻ സത്യസന്ധമായി പറഞ്ഞതാണ്, എൻ്റെ പകുതി പോലും ഇല്ല. നിങ്ങൾ വിശ്വരൂപം 1 എമ്പുരാനും കൂടെ ഒരുമിച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒന്ന് കണ്ടു. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവും അതിൻ്റെ പാട്ടിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ വിഷ്വൽ പ്രസൻറ്റ്, അതിൻ്റെ ഭയങ്കര ക്വാളിറ്റി മേക്കിംഗ് ആണ് വിശ്വരൂപം 1 എടുത്തു വെച്ചിരിക്കുക. 2 പറ്റിയല്ല, വിശ്വരൂപം 1. അത് കണ്ടിട്ട് നിങ്ങൾ 2025 ഇറങ്ങിയ എമ്പുരാനും കൂടെ കണ്ടുവെക്കുക. ഈ സിനിമ വിജയിച്ചത് വിവാദം കൊണ്ട് മാത്രമാണ്. അതേ വിവാദമാണ് ടോവിനോ തോമസ് ആഗ്രഹിക്കുന്നത്. മരണമാസം എന്ന് പറയുന്ന സിനിമയ്ക്ക് പ്രൊഡ്യൂസറാണ് ടോവിനോ തോമസ്. കുറച്ച് ആൾക്കാർ തിയേറ്ററിൽ കയറണം. ഇതിൽ കൂടുതൽ വേറെ പരിപാടിയൊന്നുമില്ല. ഇന്ത്യയും ഈ സൗദിയൊക്കെ എങ്ങനെയാണ് എനിക്ക് കമ്പയർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യയിൽ ഏത് സ്ത്രീക്കും ഒരു സിനിമയിലെ നായികയാവാം, ഏത് സ്ത്രീക്കും പബ്ലിക്കായിട്ട് ഡാൻസ് കളിക്കാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. എല്ലാം മോദി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മോദി ഗവൺമെൻറ് തലയിലിട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇത് വച്ചക്കാർ പറയില്ല, ഞാനങ്ങ് പറഞ്ഞേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.